ബില്ലുകളിൽ തീരുമാനം വൈകുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിലേക്ക്. രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും എതിർകക്ഷിയാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിവരങ്ങളുമായി നിതിൻ പ്രഭാകരനുണ്ട്. നിതിൻ, ഒരു ഘട്ടത്തിൽ ഗവർണർ ഒപ്പിടാത്ത ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ഇപ്പോൾ അതിലും ഒരു തീരുമാനമാകാതെ നീളുകയാണ്. ഇനി മറ്റൊരു മാർഗവുമില്ല, സുപ്രീം കോടതിയെ സമീപിക്കുക മാത്രമാണ് സർക്കാരിന്റെ മുന്നിലെ ഒരു വഴി. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വിദ്യ അസാധാരണ നീക്കമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ ബില്ലുമായി ബന്ധപ്പെട്ട നിർണായക നീക്കം സംസ്ഥാന സർക്കാർ നടത്തിയിരിക്കുന്നു. പക്ഷേ ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത ഒരു നീക്കം, അതായത് ഇന്ത്യൻ രാഷ്ട്രപതിക്ക്, ഇന്ത്യയുടെ പ്രഥമ പൗരനായ ഇന്ത്യൻ രാഷ്ട്രപതിക്കെതിരെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഹർജി സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്നത്. ഇതിൽ ഇന്ത്യൻ രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും സംസ്ഥാന ഗവർണറെയും കക്ഷി ചേർത്തിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഈ ഹർജി സുപ്രീം കോടതിയിൽ എത്തുമ്പോൾ ഏത് നിലയ്ക്കായിരിക്കും കോടതി ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും നോക്കിക്കാണേണ്ട ഒരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരനെതിരെയാണ് ഇത്തരത്തിൽ ഒരു അസാധാരണ നീക്കവുമായി സംസ്ഥാന സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത്. നേരത്തെ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിലുള്ള ശീതസമരവുമായി ബന്ധപ്പെട്ട നിരവധി ബില്ലുകൾ ഒപ്പിടാത്ത സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിക്ക് സംസ്ഥാന സർക്കാർ പരാതി നൽകുന്ന സാഹചര്യം അടക്കം നിലനിന്നിരുന്നു. എന്നാൽ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഒരു അസാധാരണ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഒരുപക്ഷെ ഒരു സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനത്തെ ഒരു നീക്കം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് രാഷ്ട്രപതിക്കെതിരെ ഇത്തരത്തിൽ ഒരു ഹർജി നൽകുമ്പോൾ സുപ്രീം കോടതി ഏത് നിലയ്ക്കായിരിക്കും ഈ ഹർജി പരിഗണിക്കുക എന്നതാണ് നമുക്ക് നോക്കിക്കാണാനുള്ളത്. സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഇത് സംബന്ധിച്ച് എന്ത് പരാമർശമുണ്ടാകും എന്നതും. ബില്ലുകളിൽ തീരുമാനം വൈകുന്നതിനെതിരെ രാഷ്ട്രപതിക്കെതിരെ കേരളം സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുകയാണ്. രാഷ്ട്രപതിയുടെ സെക്രട്ടറിയെയും ഗവർണറെയും എതിർകക്ഷികളാക്കിയാണ് ഹർജി നൽകിയിരിക്കുന്നത്. വിവരങ്ങൾ നൽകിയത് നിതിൻ പ്രഭാകരനാണ്.